പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിൽ ചേർന്നാണ് കെ മുരളീധരനെ തൃശ്ശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കാൻ വഴിയൊരുക്കിയതെന്നാണ് ഞങ്ങളുടെ നിരീക്ഷകന്റെ അഭിപ്രായം. ബി ദിലീപ് കുമാർ ഒബ്സർവറായി നമുക്കൊപ്പം ചേരുന്നു. ദിലീപ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ഇതിനകത്തെ രാഷ്ട്രീയ ദിശാബോധം? ഗുഡ് മോർണിംഗ് എസ്. ഇന്നലെ പൊടുന്നനെയാണ് പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിൽ ചേരാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വം നേരത്തെ സിറ്റിംഗ് എം.പിമാർ അതത് മണ്ഡലങ്ങളിൽ മത്സരിക്കട്ടെ എന്ന നിലപാടായിരുന്നു സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിരുന്നത്. സ്വീകരിച്ചിരുന്ന നിലപാടിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ട സാഹചര്യം ഈ പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിൽ ചേർന്നതുമായി ബന്ധപ്പെട്ടുണ്ടായി. തുടർന്നാണ് ഈ കെ മുരളീധരനെ തൃശ്ശൂർ എന്നത് കെ കരുണാകരനുമായി ബന്ധപ്പെട്ട സ്ഥലമാണ്, വളരെ വൈകാരികമായ ബന്ധമുള്ള സ്ഥലമാണ്. പത്മജ വേണുഗോപാൽ നേരത്തെ അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട്, 2 തവണ നിയമസഭയിലേക്ക് സ്ഥാനാർത്ഥിയായിരുന്നു. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ കെ കരുണാകരനുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരാൾ തന്നെ സ്ഥാനാർത്ഥിയാകണം. പ്രത്യേകിച്ച് കെ മുരളീധരൻ അവിടെ വന്നാൽ മാത്രമേ, ഇപ്പോൾ തന്നെ ഒരു ശക്തമായ ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി തൃശ്ശൂരിലുണ്ട്. ആ പ്രതീതിയിൽ വിജയിക്കണമെങ്കിൽ, സീറ്റ് നിലനിർത്തണമെങ്കിൽ കെ മുരളീധരൻ വേണം എന്ന അഭിപ്രായം നേതാക്കളുടെ ചർച്ചയിലുണ്ടായി. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് ഈ പേര് ആദ്യം നിർദ്ദേശിച്ചത്. തുടർന്ന് ആ നിലയിൽ തന്നെ നേതാക്കൾ കെ മുരളീധരൻ തൃശ്ശൂരിൽ മത്സരിക്കട്ടെ എന്ന തീരുമാനമെടുത്തു. നേരത്തെ തന്നെ കെ മുരളീധരൻ ഇത്തരത്തിലുള്ള ഈ സീറ്റുകളുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് വെല്ലുവിളികൾ നേരിടുന്ന സീറ്റുകളുടെ കാര്യത്തിൽ അവിടെ മത്സരിക്കാൻ തയ്യാറാണ് എന്ന നിലപാട് സ്വീകരിച്ചിരുന്നയാളാണ്. അത് കഴിഞ്ഞ തവണ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് അദ്ദേഹം സ്ഥാനാർത്ഥിയായി വരുന്നത്. അദ്ദേഹം വടകരയിൽ നിന്നുള്ള ലോക്സഭാംഗമായിരിക്കെയാണ് നേമത്ത് മത്സരിക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചത്. ആ സന്നദ്ധത, അതായത് നേമത്ത് സംഘടനാ സംവിധാനമാകെ കോൺഗ്രസിനെ സംബന്ധിച്ച് താറുമാറായി കിടന്ന ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിലെത്തി ആദ്യം തന്നെ അവിടെ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തെ ചലിപ്പിക്കുകയാണ് കെ മുരളീധരൻ ചെയ്തത്. അതിന് പ്രയോജനമുണ്ടായി. അദ്ദേഹം വിജയിച്ചില്ലെങ്കിൽ പോലും തൊട്ടു മുൻ തെരഞ്ഞെടുപ്പിൽ 13,000 വോട്ട് മാത്രമുണ്ടായിരുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് ആ വോട്ട് 36,000-ലേക്ക് എത്തിക്കാൻ കെ മുരളീധരന് കഴിഞ്ഞു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് വടകരയിൽ അദ്ദേഹം CPM-ൻ്റെ ശക്തി കേന്ദ്രമാണ്. അതിന് തൊട്ടുമുമ്പ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വളരെ നിസാര വോട്ടുകൾക്ക് വിജയിച്ച മണ്ഡലമാണ്. അവിടെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാൻ കെ മുരളീധരന് കഴിഞ്ഞ തവണ സാധിച്ചു. അങ്ങനെയുള്ള ഈ കെ മുരളീധരൻ അത്തരത്തിൽ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് വളരെ സജീവമാകുന്ന, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അത്ഭുതങ്ങൾ കാട്ടാൻ കഴിയുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്ന കെ മുരളീധരനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നതിന്, തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയാക്കാൻ ആ നിലയിലാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ ഇടതുമുന്നണിയാകട്ടെ നേരത്തെ അദ്ദേഹം 2004-ൽ കെ മുരളീധരൻ വടക്കാഞ്ചേരിയിൽ KPCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് അവിടെ പിന്നീട് വൈദ്യുതി മന്ത്രിയാവുകയും വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തിരുന്നു. അന്ന് AC മൊയ്തീനോട് പരാജയപ്പെടുകയും ചെയ്ത ചരിത്രമാണ് ഇടതുമുന്നണി കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ ഓർമ്മിപ്പിക്കുന്നത്. ഏതായാലും തൃശ്ശൂരിൽ മത്സരം ഇത്തവണ മുൻ വർഷത്തേക്കാൾ വളരെ കടുകട്ടിയായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ, താങ്ക് യു. 24 ഒബ്സർവർ നാളെ ഇതേ സമയം ഈ പരിപാടിയിൽ.